നമ്മുടെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് വടകപ്പുളി അച്ചാറ്. പിന്നെ പുളിയിഞ്ചി നമുക്കറിയാലോ, പുളിയിഞ്ചിന് ഇഞ്ചി കറി എന്നും പറയുന്നോട്ടെ കുറെ പേര്. പച്ചമുളക് മുഴുവൻ ഇട്ടാ? ഓ ശരി, ഇനി അരിക്കാൻ അറിയാത്തവരുണ്ടെങ്കിലോ അല്ലേ? എനിക്ക് കളയാൻ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കളയാൻ കുഴപ്പം? എത്ര കാണിച്ചെന്നാലും മടുക്കില്ല, അത്ര ബെസ്റ്റ് സ്ഥലത്ത് വിട്ട് കിട്ടിയാണ്. ചേട്ടന് ഇപ്പോഴത്തെ പോലെ നാക്കുളുക്കലും അബദ്ധങ്ങൾ പറ്റലൊന്നും ഇല്ല. എന്തുട്ടെ അർത്ഥം ഇപ്പൊ കറ തുടങ്ങി തരുതാ ഇഞ്ചമ്പുളിയുടെ ആവ്. അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി വടുകപ്പുളി ഇന്നത്തെ പൂക്കളിട്ട് കഴിഞ്ഞു. ഇന്ന് ജഗ്ഗുവാട്ടാ പൂക്കളിട്ടത്. ഇന്ന് ഉച്ച തൊട്ടാ സ്കൂളുള്ളൂ. ഇന്ന് SSLC ബുക്ക് ഉണ്ടല്ലോ, അത് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ 10 മണിക്കും 11:30ക്കും ഇടയിൽ പോയിട്ട് അത് വാങ്ങിക്കണം എന്നാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് സ്കൂള് അത് കാരണം കൊണ്ട് ഉച്ച തൊട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പോൾ ജഗ്ഗു കൂടി ഉള്ള കാരണം കൊണ്ട് ജഗ്ഗു ആണെന്ന് പൂക്കളിട്ടത്. ഞാൻ വെറുതെ വെട്ടി കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ സമയം ചെറുകേട്ട ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുകേട്ടനായിട്ട് ഇന്ന് വർത്താനം പറഞ്ഞ് ാണ് പൂക്കളിട്ടത്. അപ്പോൾ കുറച്ച് സമയം അത് കാരണം വൈകി ഇന്ന് പൂക്കളിട്ട് കഴിയാനായിട്ട്. പൂക്കളിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടാ പിന്നെ ഇവിടെയൊക്കെ ക്ലീനാക്കി അങ്ങനെ. അപ്പോൾ ചേട്ടനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. ഇനി ഇന്നത്തെ പാചകം തൊട്ട് ചേട്ടാ അച്ചാറ്, അച്ചാറ് പുളിയിഞ്ചിയും വടുകപ്പുളി അച്ചാറും ആയിരിക്കും ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഓണം സീരീസിലത്തെ 3-ാം ദിവസമാണ് ഇന്ന്. നമ്മളിന്ന് ചെയ്യുന്നത് 2 സാധനങ്ങളാണ്. പുളിയിഞ്ചി പിന്നെ വടുകപ്പുളി അച്ചാർ. നമ്മുടെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് വടുകപ്പുളി അച്ചാറ്. പിന്നെ പുളിയിഞ്ചി നമുക്കറിയാലോ, സരിതയാണ് വടുകപ്പുളിയുടെ ആശാത്തീറ്റ. അല്ല അത് അരിയാനുള്ളത്. എന്താ അല്ല ആശാത്തി എന്നൊക്കെ പറയാനുള്ളത് ഞാൻ ചിന്തിക്കണേ. ആശാത്തി നമ്മളാകെ ഇത് ഉണ്ടാക്കണത് ഈ ഓണത്തിന്റെ കഴിവല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീയാണത് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞേ. എന്തേലും പറയും. അപ്പൊ പുളിയിഞ്ചി ആദ്യം ഉണ്ടാക്കാൻ നമ്മൾ ഒരു ഉരുള പുളി എടുത്തിട്ടുണ്ട്, കോൽപ്പുളി. ഇത് അരിയാനായിട്ട് ഈ കത്തി പറ്റില്ലേ? വേറെ കത്തി തോന്നോ? വേണം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാതെയാം അത് ആയിക്കോളും. അല്ല എന്നാലും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വെള്ളം മതിയില്ല. ഒന്ന് ഇതിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ച് നേരം ഇടാന്ന് പറഞ്ഞിട്ട് ഇപ്പളെ ചേട്ടൻ പിഴിഞ്ഞോണ്ടിരിക്കും. അതങ്ങനെ ഇട്ട് കുറച്ച് സമയം. അല്ല അതാണ്ട് ഇതായിക്കോട്ടെ. എന്തായാലും ഞാൻ കത്തി എടുത്തിട്ട് വരാട്ടെ. ഈ കത്തി പറ്റില്ലേ, ഇതിന് സ്റ്റീലിന്റെ കത്തി വേണം. അത് പുളി അതിലെടുക്ക കിടക്കട്ടെ കേട്ടാ. അതെ സരിത ജഗ്ഗുവിന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പോയേക്കാം. മറ്റേ ഈ സ്കൂൾ വിട്ട് വന്നപ്പോഴേ ഇതിപ്പോൾ വരും. അപ്പോഴേക്കും നമുക്ക് തുടങ്ങാം പരിപാടി. ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ നമ്മൾ തീ കത്തിക്കുന്നു. നമ്മൾ ഈ ഉരുളിയിലാണ് ഇഞ്ചമ്പുളി ഉണ്ടാക്കുന്നത് കേട്ടോ. സദ്യകൾക്കൊക്കെ അറിയാലോ, ഇങ്ങനത്തെ ഉരുളിയിലായിരിക്കും ഇഞ്ചമ്പുളി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺകലത്തിലൊക്കെ ഉണ്ടാക്കും കൂടുതൽ പേര്. പുളിയിഞ്ചിന് ഇഞ്ചിക്കറി എന്നും പറയുന്നോട്ടെ കുറേ പേര്. ഇഞ്ചിക്കറി ചിലയിടത്ത് കണ്ടമാനം ഇഞ്ചി ചേർത്തിട്ട് ഈ സാധനം ഉണ്ടാക്കും. ഞങ്ങൾ തൃശ്ശൂരുകാരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ അത്രയ്ക്കധികം ഇഞ്ചിയുടെ ഇത് ചേർക്കില്ല. ഒരു മീഡിയം ലെവലിലാണ് ഇഞ്ചി ചേർക്കുക. ഒരു ഇത്രയ്ക്ക് പോകുന്ന ഉണ്ടപ്പുളിയിൽ ഒരു നമ്മുടെ തള്ളവിരലിൻ്റെ അത്രയ്ക്ക് പോകുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് കുനുകുനിന് അരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഈ ഇഞ്ചമ്പുളി ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായ കടുക് ഇടണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വല്പം ഉലുവിടണം. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇഞ്ചി ഉണ്ട്. കുനുകുനിങ്ങനെ അരിഞ്ഞിട്ട് ഇഞ്ചി പറഞ്ഞാൽ അത്രയ്ക്ക് ഇടണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചമ്പുളിയുടെ മണം വരുന്നു. പിന്നെ അതിലേക്ക് ഇടുന്നത് നോക്കിയാൽ കുറച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ കേട്ടോ. ഇതൊന്ന് മൂക്കട്ടെ. ഇഞ്ചമ്പുളി ഉണ്ടാക്കൽ എത്ര ശതമാനം കഴിഞ്ഞു?
ശതമാനമൊന്നും ആയിട്ടില്ല. പച്ചമുളക് ഇട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നീ ദോശ എത്ര ഉണ്ടാക്കി? പച്ചമുളക് മുഴുവൻ ഇട്ടാ? പച്ചമുളക് നിനക്കുള്ള മറ്റുള്ള പച്ചമുളക് നീ ഇവിടെ മാറ്റി വെച്ചു. അല്ല, ഇതിലരിഞ്ഞത് രണ്ടിലേക്കും കൂടിയുള്ളത് രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇത് രണ്ടും കൂടിയിട്ടുള്ളത് അരിഞ്ഞു വെച്ചാണ്. ഇത് ഇതിനുള്ള ഇത് കുഴപ്പമില്ല, കറക്റ്റാണ്. ഇത് അധികവും മുളക് ഭയങ്കര എരിവാ. ഒരു എരിവ് അത് അരിഞ്ഞു വെക്കുമ്പോ ചേട്ടനോട് പറഞ്ഞതാ ഇഞ്ചിയും പുഴുവും എടുക്കരിക്കോ. ഇഞ്ചി മുഴുവൻ എടുത്തില്ലേ? അത് ഞാൻ കേട്ടു. ഞാൻ പിന്നെ പച്ചമുളക് എന്തിനാ പ്ലേറ്റിൽ മാറ്റി വെച്ചോണ്ട്? അത് ആവശ്യമില്ലാത്ത കാരണം രണ്ടിലേക്കും കൂടിയിട്ടുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതന്നെ മുളക് അധികമായിരുന്നു. കയറില്ല 4 അരിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഇനി വടുകപ്പുളി അരിയട്ടെ. അപ്പോൾ ഇത് മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ പുളിയില്ലേ, പുളി കേട്ടോ, നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച് സരിത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പുളി അരിച്ചൊഴിക്കാം. ഇതെന്തിനാ ഇളക്കിക്കൊണ്ടിരിക്കണേന്ന്? പിന്നെ ഇളക്കി കരിയില്ലേ അരിപ്പിലിട്ട്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ ഒരു അരിപ്പാണ് കേട്ടോ. ഈ ഒറ്റമ്പഴി ഉണ്ടാച്ചിട്ടുണ്ട് കേട്ടോ. അരിക്കാണ്ട് പുളിയാണ്ട് പിഴിഞ്ഞൊഴിക്കുന്നു. മുന്നേ അരിച്ചു വയ്ക്കാം, കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് ഒഴിക്കല്ലേ വേണ്ടോ? ആളുകൾക്ക് കാണണ്ടേ എന്തിട്ട് അരിക്കണതാ? ഓ ശരി. ഇനി അരിക്കാനും അറിയാത്തവരുണ്ടെങ്കിലോ അല്ലേ? കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരിപ്പയിൽ ഇങ്ങനെ ഒഴിക്കുന്ന പ്രക്രിയനെയാണ് അരിക്കുക എന്ന് പറയാട്ടാ. ഇതറിയാത്തവർക്കുള്ള ചേട്ടൻ്റെ അടുത്ത ടിപ്പാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി പിഴിഞ്ഞിട്ട് ഇത്തിരി ഒഴിക്കാം. വെള്ളം ഇവിടെ ഉണ്ട്. അയ്യോ എന്റെ മേത്തായി. നിന്റെ മേത്ത് ചുക്കായിട്ടില്ല. നോക്കിയോട്ടെ, നോക്കിട്ടെ, പുളി വെച്ചത് വെച്ചു ആയിണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അരിപ്പിന്ന് വെച്ചാൽ സെറ്റ് തന്നോളി. ഞാൻ കൈ കൊണ്ടത് പിഴിഞ്ഞിട്ട് അരിക്കരുത്. ഇനി വെള്ളം അധികം കൊണ്ട് ഒഴിക്കണ്ട. നല്ല കറുത്ത പുളി വേണം. കറുത്ത പുളി കിട്ടിയില്ലേ? ഇവിടെ ഇരിക്കണ്ടേ ഉള്ള പുളി എടുത്താൽ മതി. പഴയ പുളിയല്ലേ, ഇത് പുതിയ പുളിയേ. ഇവിടെ ഇരിക്കണ പുളി ഇതിപ്പോ വാങ്ങിച്ചോണെന്നല്ലേ, അല്ലാണ്ട് ഇവിടെ ഇരിക്കണ പുളി കറുത്തതായിരുന്നു. കറുത്ത പുളി തന്നെയാണ് വേണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഉള്ള പുളി കൊണ്ട് ഒപ്പിക്കുക. അല്ല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. ഞാൻ കണ്ടില്ല. കുരുകളയുണ്ട് ഇതിന്റെ. കുരുകളെ. അനിത ചേച്ചിയില്ലേ? ആര്? അനിത എന്ന് പറഞ്ഞ ചേച്ചി, മറ്റേ എറണാകുളത്തെ മിനി ദിവാകരൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കൂടെ അന്ന് വന്നത്. ആ ചേച്ചി വടുകപ്പുളി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചെറുകേട്ടനും ചേട്ടനും നമുക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നത് കടയിലിരിക്കുക. അവിടെ നമ്മൾ ഉച്ചക്ക് ചോറിനും എടുക്കാൻ വേണ്ടിട്ടേ അവിടെ വെച്ചു. എനിക്ക് കളയാൻ കുഴപ്പമില്ല. അപ്പൊ എനിക്കെന്തുട്ടാ കളയാൻ കുഴപ്പം? പുറത്ത് അതൊന്നുമില്ല, വെറുതെ മുട്ടിയുള്ള എൻ്റെ പുറത്ത്. ഇതിലും ഭയങ്കര പുറത്ത് എൻ്റെ പുറത്ത് കണ്ടിട്ടുണ്ടാ പാട്? അത് ഞാനല്ലല്ലോ, ഇത് ചേട്ടൻ കൊണ്ട് കുത്തിയതല്ലേ. അത് അവനവന്റെ അഹങ്കാരം കൊണ്ട് വന്നതല്ലേ. പാട് കാണിച്ചു കൊടുത്ത കോഴിക്കൂട്ടി കയറിയതാ. ആ കോഴിക്കൂടിന്റെ പുറത്ത് ചെന്നിട്ട് ഇടിച്ചു. എൻ്റെ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇടിച്ച പോലെ അല്ല, ഇതിങ്ങനെ മാന്തിയ പോലെ ഇരിക്കണം. അത് ഞാൻ ഇങ്ങനെ ഏറ്റ വഴിക്ക് പിന്നെ ഇങ്ങോട്ട് ഒറ്റ പോക്ക് പോയി. കോഴിക്കോണ്ടത് ജനാർദ്ദനം പറഞ്ഞ പോലെ കാണുന്നുണ്ട് മുതുക് അതുപോലെ. വൺ മാൻ ഷോലല്ലേ പറയുമ്പോഴേക്കും പൊക്കി കാണിച്ചിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടം കാണിച്ചത്. എത്ര കാണിച്ചെന്നാലും മടുക്കില്ല, അത്ര ബെസ്റ്റ് സ്ഥലത്ത് വിട്ട് കിട്ടിയാണ്. അപ്പോൾ നോക്കിയാൽ ഇത് തിളച്ച് വരുന്നുണ്ടാ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കണം. ചെറിയ കുഞ്ഞു സാധനങ്ങൾ കേട്ടോ. ഒരു സ്വല്പം മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. മധുരം, പുളി, ഉപ്പ് എല്ലാ വക സാധനങ്ങളും അടങ്ങിയിട്ടുള്ള എന്തൊരു സെറ്റ് 5 രസങ്ങളല്ല 5 രസങ്ങളല്ലേ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഇഞ്ചമ്പുളി. ഇഞ്ചമ്പുളി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇഞ്ചമ്പുളി പെട്ടെന്ന് ഉണ്ടാക്കാമെന്നത്. 45 മിനിറ്റ് ഇത് തിളച്ച് പുളിയുടെ കംപ്ലീറ്റ് കുത്ത് പോയാൽ ഇതിന് ആ ടേസ്റ്റ് വരില്ല കേട്ടോ. അല്ല നമ്മൾ വിചാരിക്കും ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും, ബാണം വെച്ചാൽ പോലെ കഴിയുമെന്ന് വിചാരിക്കും. അല്ലിയെ പറ്റില്ലേ, മെല്ലയാണ്. പുളിയുടെ ഇഞ്ചമ്പുളിയുടെ മണം തുടങ്ങിയില്ലേ. പിന്നെ അവർക്ക് ചോറ് കൊടുത്തു ഞാൻ 2 പേർക്കും. ഇമ്രാനെ, ചാർലിയെ, ചാർലി ഇങ്ങനെ ഇങ്ങോട്ടാ ഇഞ്ചമ്പുളി ഉണ്ടാക്കണത്. നിങ്ങൾ മുതലാളീനെ ആൾക്കാരെ മുന്നിൽ വെച്ച് നാണം കെടുത്തല്ലടാ. വിളിച്ചോടത്തേക്ക് വേട പിള്ളേരെ.
ഈ സാധനത്തിന്റെ ആർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. ഇഞ്ചമ്പുളിയേ തീ ഒരു മീഡിയം ലെവലിൽ മതിട്ടാ. അവർക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നല്ല ഇതുകൾ കേൾക്കായിരുന്നു. ഇത് ഇടാനായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ടാ? ഇത് തരാം. ഏത് പ്ലേറ്റാ? ഇത് തിളയ്ക്കുമ്പോ തന്നെ ഒരു ചെറിയ കഷ്ണം കായട്ടാ, അതിടാം. ശരിക്കും ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കണം തോന്നുന്നുണ്ട് ഇഞ്ചമ്പുളി അല്ലേ? അങ്ങനെയൊന്നുമില്ലേ, മൺചട്ടിയിൽ പണ്ട് സദ്യകൾക്ക് ഇങ്ങനത്തെ ഉരുളികളിലല്ല വയ്ക്കാറ്. നമ്മൾ പായസം കുടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ നമുക്ക് മട്ടുമ്പോൾ നമ്മൾ അച്ചാറൊന്നും തിന്നില്ലേ? അച്ചാറല്ല, ഇഞ്ചമ്പുളിയാണ് തിന്നണ്ടേ. അതെ, ആ നമ്മുടെ നാവുമലത്തെ ആ ടേസ്റ്റ് അത് പോയിട്ട് ആ മട്ടപ്പ് പോവാൻ. ഇതിലരിഞ്ഞു വെച്ചോട്ടെ. ഇതെന്തുട്ടാ സൗണ്ട് കേട്ടെ? നമ്മുടെ ടീം കൂടി ഉണ്ട്. അവരല്ല എന്താ അവരല്ല, ചാർലിയെ അകത്തുനിന്നാണോ കേട്ടെ? എന്തൊരു സൗണ്ട് കേട്ടു. ഇവിടെ നല്ല അന്തരീക്ഷ, നല്ല രസ, ബെസ്റ്റ് കാലാവസ്ഥ. ആ വൈകുന്നേരത്തെ ആ ഒരു അന്തരീക്ഷം, അല്ല മറ്റേ സന്ധ്യാസമയം എങ്ങനെയുണ്ട്, മഞ്ഞ് വരുന്ന സമയമില്ലേ, സന്ധ്യത്തിലേക്ക് അല്ലേ, പകലിൽ നിന്ന് രാത്രിയിലേക്ക് കടക്കുന്ന ആ സമയമാണ് സമയം. അതാണല്ലോ സന്ധ്യ. രാത്രിയല്ല പകലല്ലാത്ത സമയം. അകലെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, അല്ലാണ്ട് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നത്. ഇത് പള്ളിയിൽ നിന്ന് കേൾക്കണ പോലെ ഉണ്ടല്ലോ. അല്ലാണ്ട് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അതല്ല, അത് എനിക്ക് കേട്ടറിയാം. ഇത് പള്ളിയിൽ നിന്ന് കടാ. നോക്കാറായിട്ടില്ലേ മോനെ? അതെനിക്കറിയാല്ല, മധുരമൊക്കെ ചേർക്കാ, ഉപ്പൊക്കെ നോക്കാനാ. ആഹാ, നല്ല പൊളി. അതെ, മധുരം ഇടണം. അപ്പൊ ഇനി വീണ്ടും മധുരം ഇട്ടിട്ടില്ലേ? ഇല്ലേ, മധുരം ഇടാൻ പോകണല്ലോ. മധുരം പുളിയൊക്കെ നോക്കാൻ പോയേ? മധുരല്ല, ഉപ്പും പുളിയും ഞാൻ നോക്കിയതാ. ഓക്കെ, നമുക്കേ മധുരം ചേർക്കാം. അല്പം മധുരം പകരം. ഇത് മറ്റേ ഇതിൻ്റെ ശർക്കരയാണ് കേട്ടോ, നമ്മുടെ മറയൂർ ശർക്കരയാണ്. അത് നമ്മൾ ഇട്ടു. മധുരം ഒരു കഷ്ണം. അല്ല, ബെല്ലം, ശർക്കര. ഇനി ഇത് മെല്ലെ 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 തിളച്ച് വറ്റി വരണം. ഇപ്പം എല്ലാ സാധനങ്ങളിലേക്ക് ചേർത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഈ ഇടയിൽ നിന്ന് വറ്റി വരുമ്പോൾ ഉപ്പ് നോക്കാൻ വേണ്ട, മധുരം നോക്കണം. മധുരം കുറവാണെങ്കിൽ മധുരം ഇടേണ്ടി വരും. വടുകപ്പുളി നാരങ്ങ ഒരു വികാരമാണ്. ആർക്ക്? നമുക്ക് അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഈ വടുകപ്പുളി ഈ നാരങ്ങ അച്ചാറ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഇതിലേ തൂവാനത്തുമ്പികളിൽ പോലുള്ള ആളുകൾക്കുള്ള ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാറിലത്തെ കമൻറ്റുകൾ മുഴുവൻ പണ്ടേ 6-7 കൊല്ലം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിലാണ് നമ്മുടെ അജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലേക്ക് മാറ്റിയത്. അജൂസ് കുക്കിംഗ് ലാബിൽ നിന്ന് അജൂസ് വേൾഡിലേക്ക് മാറ്റിയത് അന്നാണ്. ആ സമയത്ത് നമ്മുടെ ചാനലിൽ ഒരു അജൂസ് കുക്കിംഗ് ലാബ് എന്നായിരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് നമ്മള് ട്രാവലും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോകള്. അപ്പൊ ആളുകള് നിങ്ങൾ കുക്കിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രാവലും നിങ്ങളുടെ ബാക്കി വിശേഷങ്ങളും വ്ളോഗുകളും ഒക്കെ ചെയ്യണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ പേര് ഈ പേര് മാറ്റണം അങ്ങനെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മള് പറഞ്ഞേ അല്ലേ, നമുക്ക് പറ്റിയൊരു പേര് നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് പേര് ഇപ്പൊ ഓർമ്മയില്ല കേട്ടാ, കൊറേ പേരുകൾ കണ്ടമാന പേരുകൾ വന്നു. പിന്നെ അജൂസ് വണ്ടർലാൻഡ് അങ്ങനെ കുറെ ഉണ്ട്. ഹാപ്പി ലാബ്, അജൂസ് ഹാപ്പി ലാബ്, അജൂസ് കോമഡി ലാബ്, അങ്ങനെ കുറെ ഇതിൽ വന്നിട്ടായിരുന്നു. കോമഡി ലാബ് എന്ന് വരില്ല, അല്ല കോമഡി ഷോ, ഫണ്ണി, അങ്ങനെ കുറെ ഇതിലൊക്കെ അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അല്ല, അപ്പോഴത്തെ വീഡിയോകൾ കാണുമ്പോ ചേട്ടന് ഇപ്പോഴത്തെ പോലെ നാക്കുളുക്കലും അബദ്ധങ്ങൾ പറ്റലൊന്നും ഇല്ല. ഞാൻ വരുമ്പോഴാണ് ഈ അല്ല, അത് അവിടെ നിക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം തൊട്ടാ ഞാൻ വരുമ്പോഴാണ് നാക്കുളുക്കല് അബദ്ധം പറ്റലും. ഞാൻ ഇല്ലാത്തപ്പോ ചേട്ടൻ പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നല്ലേ? അതല്ല ചേട്ടപ്പന്നെ പറഞ്ഞത്. അതല്ല അല്ലേ, നിങ്ങളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കല്ലേ അതല്ലേ ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ഈ സാധനങ്ങൾ കഴിക്കുമ്പോ നമുക്ക് നാവും എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവാണ്. അപ്പോ നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ. അന്ന് ചേട്ടന്റെ അവതരണത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ വഴിക്ക് ചേട്ടൻ പറഞ്ഞ കാര്യം അന്നതിന് നീയില്ലാന്ന്. അപ്പൊ എന്തുട്ടെ എന്റെ അർത്ഥം?
ഞാൻ എന്താ നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് പറയുന്നത് നമ്മളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത് എന്താണ് ഞാനൊരു സാധനം ആലോചിക്കാറില്ലേ നമ്മൾ ഇൻട്രോ പറയുകയാണെങ്കിലും എന്തിട്ട് പറയാണെങ്കിലും ഞാനൊരു കാര്യം ആലോചിക്കാണ്ടാണ് ഇൻട്രോ പറഞ്ഞു പോണത് ഇൻട്രോയിലും അതിൽ പറഞ്ഞു പോണത് നമുക്കിപ്പം ഞാനിപ്പോ സരിതിക എന്ന് പറഞ്ഞ ഒരു സാധനം പഠിച്ചിട്ടാണ് അതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അവള് പറഞ്ഞു തുടങ്ങുക. പഠിക്കലൊന്നും ഇല്ല, അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ മിണ്ടില്ല, അത്ര അറിയാത്ത കാര്യമാണെങ്കിൽ പറയും, അല്ലാണ്ട് ഞാൻ പഠിക്കാനൊന്നും ഇല്ല. പഠിക്കാൻ പോവാന്നല്ല അർത്ഥം. അതായത് ഒരു കാര്യത്തിൽ ഇപ്പൊ ഈ നാരങ്ങ ഓറഞ്ച് ഇതിനെ പറ്റിട്ട് ഓറഞ്ച് അല്ല ചെറുനാരങ്ങ മരം ഈ സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഇത് എത്ര കൊല്ലായി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇത് പറയും. ഞാനങ്ങനെ പറയുമ്പോൾ സരിതോട് പറയും നമ്മളിത് വെച്ചിട്ട് എത്ര കൊല്ലായി എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും ഞാൻ, അല്ലാണ്ട് ഞാൻ അത് പഠിക്കാനൊന്നും പോയി. പഠിക്കില്ലല്ലേ പറഞ്ഞത്. ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാണ്ട് അവള് പറയില്ല, സംസാരിക്കില്ല. നല്ല ഭംഗി. പക്ഷികൾ കൂടണയാൻ പോകുന്നു. എന്ത് പെട്ടെന്ന് നമ്മള് വിഷയം മാറ്റി വിദഗ്ധമായി വറ്റി വറ്റി വരുന്നുണ്ടത് കാണുന്നവര് പേടിക്കും. തൈമേ രണ്ടെണ്ണം കൂടി തല്ലുകൂടി എന്തിട്ടുണ്ടാവോ. അങ്ങനെ ഇങ്ങനെ വറ്റി വറ്റി നല്ല ഭംഗിയില്. എന്നാലും ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ, ഭയങ്കര ആളെന്നെ. എന്തൊരു ഞാൻ പറഞ്ഞു ഞാനുള്ള കാരണം കൊണ്ടാ ചേട്ടൻ അബദ്ധം പറ്റണേന്നൊക്കെ പറഞ്ഞില്ലേ. അബദ്ധം പറ്റുന്ന നാക്കുളുക്കിലാവൂ. അതന്നെ. മധുരം കുറവാണ്, പുളിയുണ്ട് നന്നായിട്ട്. ഞാൻ ചിരിക്കില്ല ചേട്ടന് തെറ്റ് പറ്റിയത്. മധുരം കുറവാണ്, കുറച്ച് മധുരം കൂടി നമുക്ക് ചേർക്കണം. നമുക്കിപ്പോൾ എന്തോരം തെറ്റുകൾ പറ്റുന്നു അതൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ ഇപ്പോൾ ആലോചിക്കാണ്ട് ഓരോ വീട്ടിൽ പറയുന്നു. അത് ശരിക്കും നമ്മൾ നല്ല പോലെ ഈ ശ്രദ്ധിച്ച് വർത്താനം പറയുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും വലിയ. ശർക്കര ഒരു കഷ്ണം കൂടി വെക്കണം സരിതേ. നമ്മൾ 2 കഷ്ണം ശർക്കരയും കൂടി ഉണ്ട് കേട്ടോ, ചെറുതുകൾ. മധുരം പോരായാണ്, ഭയങ്കര പുളി ഭയങ്കരമായിട്ട് മുന്നിക്ക് നിൽക്കുക. എന്തായി അരിയിൽ കഴിഞ്ഞ സരിതേ? വടുകപ്പുളിക്ക് തൊലി അടക്കാണ് അരി കേട്ടാ. ആളുകൾ പറയേണ്ട ആവശ്യമില്ല, പണ്ടത്തെ പോലെ ഒന്നല്ല. ആളുകൾ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലിൽ കാണാൻ ആളുകൾക്ക് എല്ലാം അറിയാം. നല്ല ഭംഗിയിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടാ. പച്ചമുളക് സരിതിക്ക് വീണ്ടും അരിയേണ്ടി വന്നു. ഇതിപ്പോ എരിവ് കറക്റ്റാണ് സരിത. ഈ പച്ചമുളക് വേണം. അധികം വേണ്ട, എനിക്ക് കുറച്ച് മതി. ഇത് പിന്നെ മുളക് പൊടിയുടെ എരിവാണല്ലോ. ഇതിലത്തെ എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളകാണ് ഇതിൽ മെയിനായിട്ട് എരിവുള്ളത്. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ട ചേർക്കണ്ടതില്. ഇതിന്റെ പുളി നീ നോക്കിക്കേ. നോക്കണ്ട, നോക്കിപ്പോ നിനക്ക് ടീസ്പൂൺ തരാം. വേണ്ടാന്ന് നോക്കണ്ട, വറ്റിയതാവട്ടെ. വറ്റിയാവട്ടെ. ഇപ്പൊ കറുത്ത് തുടങ്ങി സരിത, ഇഞ്ചമ്പുളി കറുപ്പിലേക്ക് വന്ന് തുടങ്ങി. മറ്റേ ബ്രൗൺ കളർ മാറി. നിന്റെ ഈ ഡ്രസ്സിന്റെ കളറില്ല നടന്നേ അല്ലേ? അതിന് മാറി തുടങ്ങിട്ടാ. ഏത് പായസം ഉണ്ടാക്കാൻ പോണേ? ഇടിച്ചു പിഴിഞ്ഞ പായസം, നല്ല രസം. ഇടിച്ചു പിഴിഞ്ഞ പായസം അന്ന് അമ്മയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് അല്ലേ? അല്ല മോനെ, മറ്റേതിന് ചെയ്തൂടെ? ഇത് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാം. അപ്പം മാത്രം കുഴപ്പമില്ല. ഈ വറ്റി വരട്ടെ, കട്ടിയായി തുടങ്ങി. 40 മിനിറ്റ് അല്ലേ? 45 മിനിറ്റ്. 45 മിനിറ്റ് വേണ്ട, അതിൻ്റെ അടുത്ത് 44.75. മുക്കാല്. ഇതുമ്മ വെക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ, മേശ വേണ്ടെന്ന്. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഇളക്കായിരുന്നു. അങ്ങനെ ഇളക്കിയ രസമില്ല. ഇല്ലേ, സദ്യകൾക്ക് പാചകം ചെയ്യുമ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ചെയ്യൂ. ഇത് സദ്യ അല്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ ഇരുന്നിട്ട് ചെയ്യാൻ. കുടിലൊക്കെ അങ്ങനത്തെ സാധനം നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ട് ചെയ്യുമ്പോൾ ഇരുന്നിട്ടൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് ചെയ്യണം. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സുഖം. ക്യാമറ ഓഫാക്കിയിട്ട് ശരിക്കുള്ളത് പറയും. പുറം കഴിച്ചു കാല് കഴിച്ചു അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല. വറ്റി വരുന്നു. നല്ല ഡാർക്കിലേക്ക് നീങ്ങി തുടങ്ങി തരുന്നത് കളറ്. പണ്ട് സദ്യക്ക് ആളുകൾ പറയും നല്ല പഴയ പുളി വേണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ പാചകക്കാര് എഴുതി കൊടുക്കും. ഇത്രയ്ക്ക് പോകുന്ന നമുക്കറിയാം, സദ്യകൾക്ക് ഇത്രയ്ക്ക് പോകുന്ന ലിസ്റ്റ് എഴുതിയത്. 150 പേര് 200 പേരുടെ സദ്യകൾക്ക് അവര് ആദ്യം തന്നെ 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന്, കറുത്ത പുളി വേണം. പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത ശർക്കര. അടപ്രഥമന അല്ലെങ്കിൽ അങ്ങനത്തെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ
കറുത്ത ശർക്കര പായസത്തിന് വേണം, അല്ലെങ്കിൽ വെള്ള ശർക്കര വാങ്ങിക്കാൻ പാടില്ലെന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ശർക്കര ചാക്ക് ഈ സദ്യകളുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിള്ളേരുകളില്ലേ, അവിടുത്തെ പിള്ളേരുകൾ നോക്കിയാൽ അതിൻ്റെ അത് പനോലയല്ലേ, ഈ ചണച്ചാക്ക് അതിൻ്റെ ഉള്ളിൽ പനോല, ഇത്ര ഈ വീതിയിലുള്ള പനോല കൊണ്ട് മെടഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലാണ് ഈ ശർക്കര വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ശർക്കരയ്ക്ക് അത് ഇങ്ങനെ പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും ഇത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ സൈഡിൽ ഓട്ട കുത്തും, വിരലുകൊണ്ട് കുത്തി കുത്തി ഓട്ട കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശർക്കര വെച്ച് വലിച്ചെടുക്കും. എന്നിട്ട് വലിച്ചെടുത്തിട്ട് അതുകൊണ്ട് മുങ്ങും, കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും കൊടുക്കും. എന്തായാലും ഇപ്പോൾ വല്ലവർക്കും ശർക്കര ആവശ്യമില്ല, പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ വല്ലവർക്ക് ആവശ്യം. പറഞ്ഞിട്ടുണ്ട് അവിടെ ഗോപിലിശന്റെ കല്യാണത്തിന് അങ്ങോട്ട് സദ്യക്ക് നാളേരം കൊണ്ടിട്ടേ സുമതിയമ്മയുടെ കൂട്ടുകാരിയുണ്ട് മേരിക്കുട്ടി, അവർ രണ്ടുപേരും കൂടിയിട്ട് വന്ന് എല്ലാ നാളികേരം കൂട്ടിയിട്ടിട്ടില്ല, അതിനെ കോട്ട കുത്തി ഇരുന്ന് ഫുള്ളും കുടിച്ചു. ഇവര് വൈകുന്നേരം നാളേരം അടച്ച് ചെരുക്കേണ്ട സമയത്ത് വലിയ വട്ടയൊക്കെ വെച്ചിട്ട് ആദ്യത്തെ നാളേരം എടുത്ത് ഉടച്ചു, വെള്ളമില്ല. രണ്ടാമത്തെ നാളേരം എടുത്ത് ഉടച്ചു, ഒറ്റ നാളേരത്തിന്റെ വെള്ളമില്ല. അതാണ് നമ്മൾ കണ്ണൂത്താന്ന് പറയും. ഈർക്കിലുണ്ടേ, ഈർക്കിലി പച്ച ഈർക്കിലി കൊണ്ടിട്ട് അതിന് ഓട്ട കുത്തി 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 തന്നെ വട്ടം കൂട്ടിയിട്ട് ആ നാളേരം വെള്ളം കഴിഞ്ഞിട്ട് ഈ വലിച്ചണ്ട് ഊറ്റി കുടിക്കുന്ന ടേസ്റ്റില്ലേ ഇത്തിരീശി വരല്ലോ, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു കാലമായിരുന്നു. ഇപ്പോഴൊക്കെ ആർക്ക് വേണം, എല്ലാവർക്കും പഴയ കാര്യങ്ങൾ വറക്കാനേ പറ്റില്ല ഇപ്പോൾ. അല്ല, നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ തലമുറയ്ക്ക്. അത് ശരിയാ, വറ്റി വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ സരിത, നോക്കിയേ ഇതിപ്പോൾ ഇത്രയ്ക്കും ചെമ്പുളി ഞങ്ങൾ ഉണ്ടാക്കണല്ലോട്ടാ. ഞങ്ങൾക്ക് ഇപ്പം എന്തോരം വേണം, എല്ലാ വീട്ടിലും ചെമ്പുളി ഉണ്ടാക്കൂല്ലേ. ചേട്ടൻ്റെ എപ്പോഴും ഉണ്ട് ഒരു ഡയലോഗ്, നമുക്കിപ്പോൾ എന്തോരം വേണം. നമ്മുടെ തൃശ്ശൂർക്കാർ പറഞ്ഞൊരു സാധനം ഇഞ്ചമ്പുളിയില്ലേ, ഇഞ്ചമ്പുളിക്ക് ഒരു വിലയില്ലേ, ഇഞ്ചമ്പുളിയുടെ പുളിഞ്ചി എന്ന പേര്. നമ്മൾ ഇഞ്ചമ്പുളി എന്ന് പറയും, ഇഞ്ചമ്പുളിയുടെ ആവ്. അതായത് ഒരു ചെക്കൻ ഒന്നിനും കൊള്ളാത്തവനുണ്ടെങ്കിലേ അവന് പറയുന്നത് ഇഞ്ചമ്പുളിയുടെ ആവ്. ഇപ്പോഴൊന്നും പറയില്ല, ഇപ്പൊ പറയില്ല, ഇപ്പൊ കാലം മുന്നത്തെ വാക്കായിരുന്നു. അല്ല, അതൊരു വാക്കാണെന്ന് ഇഞ്ചമ്പുളിയുടെ ആവ്. നമ്മുടെ കല്യാണം കഴിയണേനൊക്കെ മുന്നത്തെ വാക്കാ അത് ഇഞ്ചമ്പുളിയുടെ ആവ്. അപ്പൊ അങ്ങനത്തെ വാക്കില്ല. ഇനി പുളി നോക്കിയേ, ഇവിടെ ഉപ്പ് നോക്കിയേ, ഇവിടെ നോക്ക് കഴിഞ്ഞു, കുറച്ച് തുടങ്ങിട്ടാ. 40 മിനിറ്റ് ഒന്നും പറ്റിയില്ലല്ലോ, വെള്ളം കുറവായിരുന്നു. കുഴപ്പമില്ലേ, 10-35 മിനിറ്റ് ഒക്കെ അതിൻ്റെ ഇപ്പോൾ 40 മിനിറ്റ്. അത് ഞാൻ ഉദ്ദേശം പറഞ്ഞാണ്. എന്തൊരു കുറവ്, നല്ല പുളി. അപ്പം ഉപ്പ് വേണ്ട കേട്ടോ, ഉപ്പുണ്ട്, കയ്പുണ്ടല്ലോ, മധുരം ഇട്ടോ. ഒരു പൊട്ട് കുഞ്ഞൊരു ശർക്കരയും കൂടി ഇടാം, കുഞ്ഞി ഇതിട്ടാ, അധികമൊന്നും വേണ്ട. അതെ, നമ്മള് മുന്നേ ചെയ്യുമ്പോ ശർക്കര ഇത് മതിട്ടാ, പാകത്തിനുള്ള കൺസിസ്റ്റൻസി ഇല്ല, ഒരു കുഞ്ഞു ശർക്കര. ശർക്കര നീര് നമ്മൾ ഒഴിക്കാറേ, അപ്പൊ ആ വെള്ളം കൂടി ഉണ്ടാവില്ലേ, അതില്ല, കുഞ്ഞു ശർക്കര അത് മതി, അതിനുള്ള മധുരം മതി. അത് കുത്തി ഉടക്കണ്ട, അത് പലിയും മേലേക്ക് തെറിക്കൂട്ടാ. പറഞ്ഞ പോലെ വെള്ളമാണ് നമ്മൾ ചേർക്കുക. വെള്ളം ചേർക്കുമ്പോ കുറെ നേരം കൂടി പറ്റാനായിട്ട് സമയം വേണ്ടി വരും. ഇതിപ്പോ കൊറേ സമയം പറ്റിയില്ലെങ്കിലാണ് ഈ പുളിയുടെ കുത്ത് നിക്കണേ, മനസ്സിലായ? ഇതിപ്പോ പറ്റി നല്ല പോലെ പാകമായിട്ടുണ്ട്. നോക്കിയാ ഇപ്പൊ തിളച്ചു തുടങ്ങിയതാ. എന്തായാലും 10-35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിർത്താം നമുക്ക്. ഇഞ്ചമ്പുളി ശർക്കര അരിഞ്ഞു, അടിപൊളി ബ്ലാക്ക് പോലെ നമ്മളാ ഇറക്കാം. ഇറക്കിയിട്ട് ഇത് ഇവിടെ വയ്ക്കാം. ഇഞ്ചമ്പുളി സെറ്റ്. അപ്പോൾ നമ്മുടെ ഇഞ്ചമ്പുളി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ വടുകപ്പുളി അച്ചാറുണ്ടാക്കാൻ പോണ്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കണം കേട്ടോ. ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള കൂട്ട്, ഇത് സിമ്പിൾ സാധനം കേട്ടാ. സദ്യ വടുകപ്പുളി അച്ചാറാണ്. ഇഞ്ചി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞതിടുന്നു ഒരു പാത്രത്തിലേക്ക്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞതിടുന്നു. കറിവേപ്പില അതും ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ വേണ്ടത് മുളക് പൊടി, ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി, അച്ചാറിലേക്കുള്ള ഉപ്പ് കഴിഞ്ഞിട്ട് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇനി ഇടാം. ഇനി സ്വല്പം കായപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിക്കണം കേട്ടോ. അധികം ഒഴിക്കേണ്ട സരിത. എന്നിട്ട് മിക്സ് ചെയ്യും.
മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കൂട്ട്. ഇത്രയുള്ളോ? ഇനി നമ്മുടെ ഈ വെള്ളമല്ലേ, ഈ വെള്ളം തിളയ്ക്കാനൊന്നും പാടില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വയ്ക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ വിരൽ പൊള്ളാൻ പാടില്ല എന്ന് പറയാം. പൊള്ളണം. പൊള്ളണല്ല, അപ്പോൾ പൊള്ളാൻ എടുക്കുമല്ലോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അതായത് അത്രയും ചൂടാവണം. നന്നായി തിളയ്ക്കണ്ട. തിളയ്ക്കണേന് തൊട്ട് മുന്നേ ഓഫ് ചെയ്യാം തീ. അത്ര ഉള്ളൂ. ആയിട്ടില്ലേ? തള വരട്ടെ. ഞാൻ ഇവിടെ എടുത്ത് വയ്ക്കാനാ. ഇനിയിപ്പോൾ വിരലിട്ട് നോക്കുവോ പൊള്ളുണ്ടോന്ന്? തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിട്ടുപോരും. വേവും. അത് വേവാൻ പാടില്ല. വെറുതെ ചെറു ചൂടല്ല, നമ്മളിതിന്റെ കയ്പ്പ് കളയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കയ്പ്പ് പോവും. നല്ല കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണ്ട അല്ലേ? ഇത് മറ്റോണം ഉണ്ടാക്കില്ലേ? വേറെ ടൈപ്പിൽ ഉണ്ടാക്കൂട്ടാ. ഇതേ വടുകപ്പുളി നന്നായിട്ട് വെള്ളം ഇറങ്ങും ഇതിലേക്ക്. അത് കാരണം കൊണ്ട് വെള്ളം അധികം വേണ്ട. വെള്ളം കായനന്റെ ഇത് വന്നു, അടിയിൽ ഇത് വരുന്നുണ്ട്, സൗണ്ട് വന്നു. അപ്പൊ നമുക്ക് തീ കെടുത്ത്. അയ്യോ ഞാൻ മറന്നുപോയി. തീ കെടുത്തിട്ട് നമ്മള് ഇതിലേക്ക് നമ്മുടെ ഇതിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു ഇതാണ്. എന്നിട്ട് ഇളക്കണു. കോരി നേരെ ഇരിക്കുന്നുണ്ടല്ലോ നേരത്തെ. കോരി ഇട്ടോ, നന്നായിട്ട് വെള്ളം ഊറ്റിട്ടിട്ടോളൂ. അപ്പൊ ഇതിലേക്ക് ആക്കാം. എന്തേ ഇതേട്ടാ നമ്മള് പിന്നെ എന്നിട്ട് ഇതിലേക്ക് ഇടാൻ പോണേ? അല്ല, കോരി എടുത്തിട്ട് അതെല്ലാം കൂടി ഒരുമിച്ചിടാം. ഒരു മിനിറ്റ്, ഞാൻ ഊറ്റിയോളാം. ശരി, ഊറ്റ്. ഇതിലേക്കിട്ട് അവസാനം ഇടാം ഒരുമിച്ച്. മതി, ഒരു 2-3 തുള്ളി ഉണ്ടായിക്കോട്ടെ വെള്ളം. അരിക്ക് വെള്ളം ചേർക്കേണ്ടി വരും ചിലപ്പോൾ. വെള്ളം ചേർക്കേണ്ടി വരില്ല, ഉപ്പുള്ള കാരണം. നാളത്തേക്ക് ഇതിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അച്ചാറ് വെള്ളം പോലെ ഇരിക്കണം. ആവശ്യത്തിന് വെള്ളം പോരെ. ഇതിൽ കണ്ട ഇതിൻ്റെ ഈ അല്ലികളുടെ ഉള്ളിലൊക്കെ വെള്ളമാണ്. അതിന് എത്ര തുള്ളി വെള്ളം അടിയിലേക്ക് വീണ്ടും നീ നോക്കിയാൽ ഒരു 15-20 തുള്ളി വെള്ളം വീഴും. നീ നോക്കിയോ എത്ര തുള്ളി വെള്ളം വീഴുന്നു? എണ്ണിക്കോ? ചേട്ടന് എന്താ, നമുക്കൊരു ലാഭിക്കാൻ പറ്റണത് വെറും 1 മിനിറ്റാണ്. 1 മിനിറ്റ് വെറും 60 സെക്കൻഡാണ്. ധൃതിപ്പെട്ട് ചീണ്ട സമാധാനപരമായിട്ട് ചെയ്താൽ മതി. എന്നിട്ടാണ് കിടന്ന് ഓളിടണേ ഇടാൻ പറഞ്ഞിട്ട്. പുളി പോയാ നോട്ടെ. പുളിയൊന്നും അങ്ങനെ പോവില്ല. കയ്പ്പ് പോവാനല്ലേ ഇടണേ തൊലീരെ. അല്ല, കയ്പ്പ് നല്ല രസമുണ്ട്. ഇതെന്തൊരു രസമുണ്ടെന്നാ പറയണേ. ഓരോന്നും അതിൻ്റെതായ രസമുണ്ട്. മതി. ഇനി നമ്മൾ ഈ സാധനം ധരിക്കിട്ടുണ്ട് കേട്ടോ. ഇതേ വെള്ളം, അതിൻ്റെ വെള്ളം വരുന്നുണ്ട അടിയിൽ. കൂതരോട്ടം പറഞ്ഞ പോലെ ഇതിലെ വെള്ളം ഇതിലേക്ക് ചേർക്കണു. മിക്സ് ചെയ്യണു. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാറ്. ശരിക്കും നാളെ ടേസ്റ്റ് ചെയ്യണത് കാണിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഉപ്പും പിടിച്ചിട്ടുണ്ടാവില്ല, ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ നോക്കിട്ട് ആഹാ ഗംഭീരം പറയാം. ഞാൻ പറയുന്നില്ലേ, ഞാൻ തന്നെ പറയുന്നത്, എനിക്ക് അറിയാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ വടുകപ്പുളി സെറ്റായി. ഓണം സീരീസിൽ നാളെ എടുക്കണ വീഡിയോയുടെ തുടക്കം. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യണത് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങനെ നമ്മുടെ ഇഞ്ചംപുളി, വടുകപ്പുളി, പുളിഞ്ചി എന്ന് പറഞ്ഞ പുളിഞ്ചി 2 സെറ്റായിട്ടാ. തൃശ്ശൂർക്കാര് കുറേ പേര് പുളിഞ്ചി എന്ന് പറയണവരുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നാളെ കാലത്ത് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇതിലേക്ക് ഉപ്പും കാലത്ത് എന്ന് പറയണില്ല, വൈകുന്നേരം തിരിഞ്ഞിട്ട് നാളത്തെ പാചകം എടുക്കണതിന്റെ മുന്നായിട്ട് ഇത് കാണിക്കാം. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. അതുവരേക്കും ബൈ.